നമസ്കാരം. ഭാരതീയരെ കൊന്നുതള്ളാൻ മുന്നിൽ നിന്ന പാകിസ്ഥാന്റെ പട്ടാള മേധാവി അസീം മുനീർ ഇതാ വീണ്ടും അമേരിക്കയിലേക്ക് പോവുകയാണ്. വൈറ്റ് ഹൌസിൽ അടച്ചിട്ട മുറിയിൽ രണ്ടാം തവണയും ഒരു ചർച്ച നടത്താനാണ് ഒരുക്കം. ഇതിൽ പല സാധ്യതകളും നമുക്ക് തള്ളിക്കളയാനാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഭാരതത്തെ ആക്രമിക്കാൻ, അതും സാമ്പത്തികമായി ഒരു നഷ്ടം വരുത്താൻ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നുണ്ടോ എന്നും അതിൽ അമേരിക്കയെ അസീം മുനീർ കൂട്ടുപിടിച്ചോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടി വരും. ഒരു കാര്യം വ്യക്തമാണ്, കാരണം അമേരിക്കയ്ക്ക് ഇഷ്ടം പാകിസ്ഥാനോടാണ് എന്ന കാര്യം വ്യക്തമാണ്. അതിനൊരു കാരണമുണ്ട്. അതായത് ഒരുപാട് ചവർ ആയുധം അമേരിക്കയിൽ കെട്ടിക്കിടപ്പുണ്ട്. അതായത് ഈ F-35 പോലത്തെയൊക്കെ ഒരുപാട് ആർക്കും വേണ്ടാത്ത, ഒരു ലോകരാജ്യത്തിനും വേണ്ടാത്ത കുറെ ചവർ ആക്രി ആയുധ സാധനങ്ങൾ അമേരിക്കയിലെ ആയുധപുരിയിൽ കെട്ടിക്കിടപ്പുണ്ട്. ഇതെല്ലാം പാകിസ്ഥാനെ കൊണ്ട് വാങ്ങിപ്പിക്കുക, കൂടാതെ IMF-ൽ നിന്നും പാകിസ്ഥാനെ ഒരു ഭീമമായ തുക ലോൺ എടുപ്പിക്കുക, അതൊക്കെയാണ് അമേരിക്കയുടെ നീക്കം. അങ്ങനെയൊക്കെ തോന്നിപ്പോവും ഈ അമേരിക്കയും അതോടൊപ്പം തന്നെ പാകിസ്ഥാനും അവരുടെ ഈ നീക്കം കണ്ടു കഴിഞ്ഞാൽ. ജൂലൈയിൽ US സെൻട്രൽ കമാൻഡ് ഹെഡ് ജനറൽ മൈക്കൽ എറിക് കുറില്ല പാകിസ്ഥാനിലേക്ക് നടത്തിയ യാത്രയ്ക്ക് ശേഷമുള്ള ഒരു മടക്ക സന്ദർശനം എന്നാണ് മുനീറിന്റെ അമേരിക്കൻ സന്ദർശനത്തെക്കുറിച്ച് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. മിഡിൽ ഈസ്റ്റിലെ US സൈനിക നടപടികൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്ന 4 സ്റ്റാർ ആർമി ജനറലായ കുറില്ല ഈ മാസം അവസാനം വിരമിക്കുകയാണ്. അമേരിക്കയിലെത്തുന്ന അസീം മുനീർ ഈ ഒരു വിരമിക്കൽ ചടങ്ങിലും പങ്കെടുക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. കൂടാതെ പാകിസ്ഥാൻ പട്ടാള ഭരണത്തിലേക്ക് പോകുന്നുവെന്ന കാര്യം ഉറപ്പിക്കാവുന്ന രീതിയിലും ഒരു കാര്യം അണിയറയിൽ നടക്കുന്നുണ്ട്. അതായത് സ്വാഭാവികമായി ഒരു രാജ്യത്തെ ഭരണാധികാരി മറ്റൊരു രാജ്യം സന്ദർശിക്കുമ്പോൾ ആ രാജ്യത്തെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോ ഒക്കെ ആയിരിക്കും സന്ദർശനം നടത്തുക. എന്നാൽ ഇവിടെ രണ്ടാം തവണയും സന്ദർശനം നടത്തുന്നത് അസീം മുനീർ ആണ് എന്ന കാര്യമാണ് ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. പാകിസ്ഥാൻ പട്ടാള ഭരണത്തിലേക്കാണ് പോകുന്നത് എന്ന സംശയമാണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടരുന്നതിന് മറുപടിയായി ഇന്ത്യയെ 50% തീരുവ ചുമത്തി ട്രംപ് ലക്ഷ്യം വയ്ക്കുന്ന സാഹചര്യത്തിലാണ് ഈ സന്ദർശനം എന്നതും സംശയം സൃഷ്ടിക്കുന്നുണ്ട്. US പാകിസ്ഥാൻ ബന്ധത്തിലെ സമീപകാല പുരോഗതിയിൽ പല വിദഗ്ധരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ട്രംപിനെ പ്രീണിപ്പിക്കാനുള്ള മുനീറിന്റെ ശ്രമം വിജയിച്ചുവെന്നും 19% കുറഞ്ഞ താരിഫ് നിരക്ക് ഉറപ്പാക്കാൻ രാജ്യത്തിന് കഴിഞ്ഞുവെന്നും വിദഗ്ധർ പറയുന്നു. ട്രംപ് ഭരണകൂടത്തിന്റെ വിദേശ നയം മനസ്സിലാക്കാനും പ്രതികരിക്കാനുമുള്ള പാകിസ്ഥാന്റെ കഴിവാണ് US പാകിസ്ഥാൻ ബന്ധത്തിലെ മഞ്ഞുരുകലിന് കാരണമെന്നും വിരമിച്ച അമേരിക്കൻ നയതന്ത്രജ്ഞനായ ജോൺ ഡാലിയോവിച്ച് പറയുന്നുണ്ട്. പാകിസ്ഥാന്റെ വലിയ എണ്ണശേഖരവും ക്രിപ്റ്റോ ഖനന വ്യവസായങ്ങളും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുനീർ ട്രംപിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നു. ഇറാന്റെ നയത്തിൽ US-നെ സഹായിക്കാനും കൂടുതൽ മുസ്ലിം രാജ്യങ്ങളെ ഇസ്രയേലുമായി ബന്ധം സ്ഥാപിക്കാൻ പ്രോത്സാഹിപ്പിക്കാനും പാകിസ്ഥാന് കഴിയുമെന്ന് അദ്ദേഹം ട്രംപിനെ ബോധ്യപ്പെടുത്തിയെന്നാണ് ചില നിരീക്ഷകർ കരുതുന്നത്. അസീം മുനീറിന്റെ രാഷ്ട്രീയ അഭിലാഷങ്ങളെക്കുറിച്ചും സംസാരമുണ്ട്. പ്രസിഡന്റാകാനുള്ള ആഗ്രഹം അദ്ദേഹം നിഷേധിക്കുന്നുണ്ട്. പക്ഷേ അഭ്യൂഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇമ്രാൻഖാന്റെ ഭരണകൂടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഷഹബാസ് ഷെരീഫ് സർക്കാരിന് സത്യസന്ധതയും അതോടൊപ്പം തന്നെ പൊതുജന പിന്തുണയും ഇല്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. മുനീറിന്റെ ഈ നീക്കം വളരെ അപകടകരവും ചൈനയുമായുള്ള പാകിസ്ഥാന്റെ ബന്ധത്തെ ദോഷകരമായി ബാധിച്ചേക്കാമെന്നാണ് നിരീക്ഷകർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക്
മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.